പിറവം നിയോജകമണ്ഡലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA-യുടെ നേതൃത്വത്തിൽ മുളന്തുരുത്തി സബ് ട്രഷറിക്ക് മുൻപിൽ കരിദിനാചരണവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാതെ പെൻഷൻകാരെ വഞ്ചിച്ചതിന്റെ 1ാം വാർഷികമായി ജൂലൈ 1-ന് കരിദിനമായി ആചരിച്ചു. KSSPA-യുടെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ സബ് ട്രഷറികളുടെയും കേരളത്തിലെ എല്ലാ സബ് ട്രഷറികളുടെയും മുമ്പിൽ കരിദിനം ആചരിക്കുകയാണ്. 2024 ജൂലൈ 1-ന് പുതിയ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ശമ്പളം കിട്ടേണ്ട പെൻഷൻകാരും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരും ഏതാണ്ട് ഇന്നൊരു വർഷം കഴിഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പോലും ഈ സർക്കാരിന് കഴിയുന്നില്ല. ശമ്പളവും പെൻഷനൊക്കെ മുടങ്ങി കിടക്കുകയാണ്. ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് റിവൈസ് ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 5 വർഷം കൂടുമ്പോഴാണ് പുതിയ ശമ്പള കമ്മീഷൻ നിയമിക്കുകയും ആ ശമ്പള കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ശമ്പളം വരികയും അത് അരിയർ ഉൾപ്പെടെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ പണ്ടുണ്ടായിരുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം ഇതെല്ലാം അട്ടിമറിച്ചിരിക്കുകയാണ്. ഏതാണ്ട് DR കുടിശ്ശിക ഏതാണ്ട് 18%. ഈ ജൂലൈയിൽ ഒരു DA ഇവിടെ വരുമ്പോൾ ഏതാണ്ട് 21% DR കുടിശ്ശിക തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാ ട്രഷറിയിലും കരിദിനായിട്ട് സത്യാഗ്രഹം ധർണ വഞ്ചനാ ദിനം എന്നാണ് ഇന്ന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര്. ഇതിപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൻ്റെ 12ാം ശമ്പള പരിഷ്കരണം നടക്കാത്തതിൻ്റെ ഒരു വർഷം ആചരിക്കുന്ന ദിവസമാണ്. ഒരു വർഷം കറക്റ്റ് 2024 ജൂലൈ 1-ന് നടപ്പാക്കേണ്ട 12ാം ശമ്പള പരിഷ്കരണം ഇതിപ്പോൾ 2025 ജൂലൈ 1 കറക്റ്റ് കൃത്യമായിട്ടൊരു വർഷം. അതിനെതിരെയായിട്ടാണ് നമ്മൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ, ഇതുപോലെ വേറൊരു സംഘടനയുണ്ട് യൂണിയൻ എന്നും പറഞ്ഞാൽ, അത് പിണറായി വിജയൻ്റെ പുറമെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഭരണാനുകൂല സംഘടനയാണ്. അവരെ ഈ സമരത്തിലൊന്നും അവരെ കാണില്ല. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ചന്ദ്രശേഖരപിള്ള, സംസ്ഥാന കൗൺസിലറും നിയോജകമണ്ഡലം സെക്രട്ടറിയുമായ MN രാമകൃഷ്ണ പണിക്കർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു.